ഹായ് ഗാമേട്ടാ. ഹായ് സബി. ഹായ്. എന്തൊക്കെയുണ്ട്? സുഖമാണോ? നമ്മളൊക്കെ ഇപ്പൊ വിളിക്കാൻ എനിക്ക് 2 സംശയങ്ങൾ വന്നു. 2 ചോദ്യങ്ങൾ എനിക്ക് ഇങ്ങോട്ട് ചോദിക്കാറുണ്ട്. ചോദിച്ചോളൂ. ചോദിക്കട്ടെ. അതായത് 1498 നിങ്ങള് കോഴിക്കോട് വന്ന് ഇറങ്ങുന്ന സമയത്ത് ആദ്യമായിട്ട് ഇവിടെ കാലുകുത്തിയത് അത് നിങ്ങളല്ല, അത് ലിസ്ബണില് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു വലിയ കുറ്റവാളിയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ? അല്ല, അതിപ്പോ സബി, അതായത് അത് ഇച്ചിരി സത്യമൊക്കെ ഉണ്ട്. സത്യമുണ്ട്, എനിക്കറിയാം. അത് പറയാം. അതായത് സബി, നമ്മള് പണ്ട് ഈ കപ്പല് പര്യവേഷണത്തിനൊക്കെ പോകുമ്പോ നമ്മൾ ഈ കൊള്ളരുതാത്തവന്മാരെയും ഇച്ചിരി കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അവന്മാരെയൊക്കെ നമ്മള് കൂടെ കൂട്ടും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പുതിയൊരു നാട്ടിലേക്കാണല്ലോ പോകുന്നത്. അവിടുത്തെ കാര്യം എങ്ങനെയാണെന്ന് നമുക്ക് അറിയുകയില്ല. അപ്പൊ നമ്മൾ ഇവന്മാരെ നൈസിൽ ആദ്യം ഒന്ന് ഇറക്കി വിടും. എന്നിട്ട് അവന്മാർക്ക് വല്ലതും പറ്റുകയാണെങ്കിൽ നമ്മള് തിരിച്ചു പോകും. ഇല്ലെങ്കിൽ അത് അപ്പൊ ഒരു ഇത് അതെ, ചാവുന്നെങ്കിൽ അവന്മാരായി ചത്തോട്ടെ. അറിയാലോ. കൊള്ളാട്ടോ, ഇവിടെ വലിയ സംഭവം തന്നെ. എന്തായാലും ഓക്കെ. രണ്ടാമതൊരു ചോദ്യം കൂടെ ഉണ്ട്. അതായത് നിങ്ങൾ ആദ്യമായിട്ട് കപ്പൽ ഇറങ്ങിയത് അത് കാപ്പാടല്ല കൊയിലാണ്ടിലാന്ന് പറഞ്ഞാ നിങ്ങൾ നിഷേധിക്കോ? കൊയിലാണ്ടി ഒരു 500 കൊല്ലത്തെ അങ്ങനത്തെ കാര്യമാണ് ഓർമ്മ. അതായത് നമ്മള് പണ്ട് ആദ്യം കപ്പല് നമ്മള് നങ്കൂര് വിട്ടത് കാപ്പാടാണെന്നുള്ള സത്യമാണ്. പക്ഷെ സാമൂതിരി നമുക്ക് അവിടെ ഇറങ്ങാൻ അനുവാദം തന്നില്ല. അപ്പൊ നമ്മളിപ്പുറത്ത് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് പുള്ളി പിന്നെ നമുക്ക് ഈ പന്തലായനി കൊല്ലം, അതായത് ഇന്നത്തെ നമ്മുടെ കൊയിലാണ്ടിയിലോട്ട് നമ്മള് കപ്പല് ഇറങ്ങി. അങ്ങനെ അതാണ് അതിന്റെ ഒരു ഇത്. അല്ല, ഞാൻ ചോദിക്കുന്നതല്ല സബി, ഇപ്പൊ എന്തിനാ ഇതിനെ പറ്റിയിട്ടൊക്കെ ഇതൊക്കെ ഒന്നുമില്ല. അവിടെ MG സാറിന്റെ ഒരു പുസ്തകം എടുത്ത് വായിച്ചു. അപ്പൊ എല്ലാ ചരിത്രമൊക്കെ പല തിരുത്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഒന്ന് കുത്തിപ്പോക്കിയത് വെറുതെ. അത് നല്ല കാര്യമൊന്നും അല്ല. ഗാമേട്ട, ഞാൻ ഈ വീഡിയോ എന്തായാലും പുറത്ത് വിടും. ബുക്ക് ഇറക്കിയ സമയത്ത് തന്നെ ഞാൻ പുള്ളിനെ വിളിച്ച കത്തെഴുതിയിട്ടുണ്ടായിരുന്നു. ശരി, ഞാൻ പുറത്ത് ഈ വീഡിയോ വിടുന്ന പള്ളിയിൽ പോവാൻ നേരമായി ഇവിടെ. അല്ല ഗാമേട്ട, ഞാൻ വെക്കൽ ഞാൻ ഒരു പ്രാവശ്യം വിളിക്കും. വേറൊന്നും അല്ല, ഈ വീഡിയോ പുറത്ത് വരുമ്പോ എന്തായാലും ആൾക്കാർ സംശയങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ അതുകൂടെ ചോദിക്കാൻ വേണ്ടി ഞാൻ വിളിക്കുന്നു. ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്യണം ഓരോരുത്തന്മാര്. ഞാൻ പോവാണ്. ഓക്കെ ഗാമേട്ട, ഓക്കെ, ബൈ.